ഒരു സൈഡിൽ 6 വരിപ്പാത, സെൻറ്ററിൽ പാലത്തിൻ്റെ പണി. അപ്പോൾ ഹൈവേയിൽ ഇപ്പോൾ കാര്യമായിട്ടുള്ള പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞങ്ങളെങ്ങടെ പോകണമെന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങളൊന്ന് അമ്പലത്തേക്ക് പോവാണ്, തിരുവണിക്കാവ് അമ്പലം. ഞങ്ങൾ നടന്നാണ് അമ്പലത്തേക്ക് പോവാറ്. അപ്പോൾ പോകുമ്പോൾ ആകെ കൂടി ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമത് പോണത് ഹൈവേ കൂടെയാണ്, പാഞ്ഞ് വണ്ടികൾ പോവും. അതിലുപരി ശ്രദ്ധിക്കേണ്ടത് ഈ നിർത്തിയിട്ടിട്ടുള്ള വണ്ടികളാണ്. അവർ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഭക്ഷണം പാകം ചെയ്യണ്ടാവും. അപ്പോൾ നമ്മൾ നടന്ന് വരുന്നതൊന്നും അവർ കാണില്ല. എന്തെങ്കിലും സാധനങ്ങൾ സൈഡിലേക്ക് ഇടുമ്പോൾ നമ്മുടെ തലയിലാവാണ്ട് ശ്രദ്ധിക്കണം. അതുമാത്രമല്ല, ചിലപ്പോൾ അവർ ഛർദ്ദിക്കും, അതല്ലെങ്കിൽ പാക്ക് വെച്ചൊരു തുപ്പലും ഉണ്ട്. ആ ഒരു പേടി മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് ഇഷ്ടമാണ് അമ്പലത്തേക്ക് നടന്നു പോകാൻ. അപ്പോൾ അമ്പലനടയിലെത്തി ഞാൻ വീഡിയോ എടുത്ത് ഇങ്ങോട്ട് കയറുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു എൻട്രിയാണ് ഒരാൾ വരുന്നുണ്ടായിരുന്നത്. അതൊരിക്കലും പ്രതീക്ഷിച്ചുകൊണ്ടല്ലല്ലോ നമ്മൾ അങ്ങോട്ട് കടന്നു ചെല്ലണത്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നല്ല സന്തോഷമായി ഞങ്ങൾക്ക്. ആന വരുന്ന കണ്ട, ഇതാണ് തിരുവാണിക്കാവ് രാജഗോപാൽ. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ആനയാണ് കേട്ടോ അത്. എന്തോ ആൾക്ക് വയ്യാന്ന് തോന്നുന്നുണ്ട്, കാല് കണ്ട വേയിച്ച് വെച്ചാണ് നടന്നു വരുന്നത്. ഈ അമ്പലനടയിൽ ഇങ്ങനെ നിൽക്കണ കാണാൻ നല്ല ഭംഗിയില്ലേ. എന്നെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, ആനേനെയാണ്. തൊഴാനൊന്നും കയറിയിട്ടില്ല കേട്ടോ. തൊഴുത് വരുമ്പോൾ എന്തായാലും കുറച്ച് സമയമൊക്കെ പോവും. അപ്പോൾ പിന്നെ ഇത്രയും വെളിച്ചമൊന്നും ഉണ്ടാവില്ല വീഡിയോ എടുക്കാൻ വേണ്ടി. അപ്പോൾ കുറച്ച് നേരം ആനേനെ കാണാം, വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ ഞങ്ങൾ നിന്നു. എനിക്ക് ആനേനെ തുടരണം എന്നൊക്കെ ഉണ്ട്. കല്യാണി കൂടിയുള്ള കാരണം അവൾ സമ്മതിക്കില്ല. കണ്ട, ഇത്രയും പേടിച്ചിട്ട് നീങ്ങിയിട്ടാണ് അവൾ പോണത്. അവൾ പോണതിനനുസരിച്ച് അതങ്ങോട്ട് തലതിരിച്ച് നോക്കണ കണ്ട. ഞാൻ മുന്നേ ആനേനെ തൊട്ടിട്ടൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ആരും ഇല്ലല്ലോ, 2 പാപ്പാമാർ മാത്രമേ ഉള്ളൂ. തിക്കും തിരക്കോ ഒന്നുമില്ല, ആനയും ശാന്തമായി നിൽക്കണ്. നല്ല വീഡിയോ ഒക്കെ കിട്ടിയാനെ. പിന്നെ വേണ്ടെന്ന് വെച്ചു, അവൾക്ക് പേടിയായ കാരണം പിന്നെ വേണ്ട. ഒരു വലിയ പട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ പാപ്പാൻ. എന്നിട്ട് പറയുന്നുണ്ട് അതിൻ്റെ അടുത്ത്, കഴിച്ചോടാന്ന്. അത് ഇങ്ങനെ കുണുങ്ങി നിൽക്കുള്ളൂ കഴിക്കാണ്ട്. എന്നിട്ട് ഈ പാപ്പാൻ എന്നെ നോക്കണുണ്ട്. എനിക്ക് മനസ്സിലായില്ല, അത് ഞാൻ നിൽക്കണ കാരണം തോന്നുന്നു തിന്നാണ്ട് വെറുതെ ആട്ടി നാണിച്ച് നിൽക്കണ്ടായിരുന്നത്. ഞാൻ അവിടെ നിന്ന് നീങ്ങിയതിന് ശേഷമാണ് അത് ചവിട്ടി പൊളിക്കണത്. അത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കത്തിയത്. ഓ, നിനക്ക് നാണായിട്ടായിരുന്നു കഴിക്കാൻ ഞാൻ. അപ്പോൾ അവിടെ നിന്ന് കഴിക്കട്ടെ. അമ്പലത്തേക്ക് ഇറങ്ങി എൻ്റെ തൊഴാനായിട്ട് ആരുടെ വക ചുറ്റുവിളക്കൊക്കെ ഉണ്ടായിരുന്നു. ഇത് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. ബാക്കിൽ തന്നെ അമ്പലക്കുളമുണ്ട്. അമ്പലക്കുളമായിട്ടല്ല, ഞങ്ങൾക്കത് ഫീൽ ചെയ്യുക ഒരു കിണറായിട്ടാണ്. വലിയൊരു കിണർ, കുറേ പടവുകൾ ഇറങ്ങി അങ്ങോട്ട് ചെല്ലുക. അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്കൊന്നും ഇറങ്ങാൻ പാടില്ല എന്ന് തോന്നുന്നുണ്ട്. ഞങ്ങളിതുവരെ ഇറങ്ങിയിട്ടുമില്ല. ഇവിടെ നിന്ന് നോക്കും, അപ്പോൾ കുറച്ച് മീനോള കാണാം, അത്ര തന്നെ. അങ്ങനെ അകത്ത് തൊഴുതു, പുറത്ത് തൊഴുതു. ലാസ്റ്റ് തന്നെ ഇവിടെ വന്ന് കുറിയും തൊട്ട് ഇനി നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇടയ്ക്ക് വന്ന് തൊഴുത് പോകുമ്പോൾ ഒരു മനസ്സിനൊരു സമാധാനമൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. എന്തോ ഒരു കനം കുറഞ്ഞ പോലെയൊക്കെ തോന്നാറുണ്ട്. നമ്മളെ കേൾക്കാൻ ആരും ഉള്ള പോലെയൊക്കെ തോന്നും. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാതും പറയും. സങ്കടം മാത്രമല്ല, സന്തോഷം എല്ലാതും പറഞ്ഞ് ഞങ്ങളത് പുറത്തേക്ക് കിടക്കാണ്. അപ്പോൾ അവിടെ നിൽക്കണുണ്ട് പട്ടിയും കടിച്ച് പിടിച്ചുകൊണ്ട്. ഇവിടെ ഞാൻ പിന്നെ അധികം നിന്നില്ല കേട്ടോ. അതുകൊണ്ട് അങ്ങാനും വീശിയൊരു ഏറെറിഞ്ഞ ഇപ്പോഴത്തെ ഷേപ്പൊന്നും മാറി കിട്ടും. അപ്പോൾ അധികം നേരം നിന്നില്ല, വേഗം അവിടെ നിന്ന് പോന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ദേ നിൽക്കണ ഒരു പട്ടിക്കുട്ടൻ. ഹൈവേരെ ഒത്ത നടുക്കാണ് നിൽക്കണത്. നേരെ ഓപ്പോസിറ്റ് ഒരു കോഴിക്കടയുണ്ട്, അങ്ങോട്ട് നോക്കിയിട്ടാണ് നിൽക്കണത്. പോണ വഴിക്ക് ചന്ദ്രനെ കാണാൻ, സൂര്യനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഹൈവേന്ന് ഇറങ്ങി വരുന്ന വഴിയാട്ടോ. അവിടെ നിന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടെത്തും. അപ്പോൾ വാതിൽക്ക് തന്നെ കുട്ടപ്പൻ കാത്ത് നിൽക്കുന്നുണ്ട്. ഒരു 6:30 കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ. അപ്പം നേരെ വന്നു, ഇവിടെയും വിളക്ക് വെച്ചു. കുറച്ച് നേരം ഞാൻ നാമം ജപിക്കുന്നുണ്ട്. ചെറുപ്പത്തിലൊക്കെയാണ് നാമജപം ഉണ്ടായിരുന്നത്. കല്യാണം കഴിഞ്ഞോടുകൂടി അത് വിട്ടു. പിന്നെ കുട്ടികളുടെ കൂടെ അവരിയ്ക്കാൻ വേണ്ടി കുറച്ച് നേരം ഇരിക്കും. പിന്നെ അവർ തന്നെ ഇരുന്ന് ചൊല്ലാറായപ്പോൾ അതും വിട്ടു. ഇപ്പോൾ എൻ്റെ അമ്മ മരിച്ചിട്ടൊരു 2.5 കൊല്ലാവാറായിട്ടുണ്ട്. ആ മരിച്ച സമയത്ത് നമ്മൾ 2 നേരം നാമം ചൊല്ലുമല്ലോ. അന്ന് മുതൽ ഞാൻ പിന്നെ ഇതുവരയ്ക്കും മുടക്കിയിട്ടില്ല. പീരീഡ്സ് ആവണ സമയങ്ങളിൽ വിളക്ക് വയ്ക്കില്ല, നാമം ചൊല്ലില്ല. അതല്ലാത്ത ദിവസങ്ങളിലെല്ലാം ഞാനിരുന്ന് നാമം ജപിക്കും. ആദ്യം ഇത് നല്ലതൊക്കെ എവിടേക്കോ പോവാന്ന് പറയില്ല, അതുപോലെ ചില സമയങ്ങളിൽ നല്ലത് എവിടേക്കോ പോയി വീണ്ടും പഴയതിലേക്ക് പതുക്കെ ഞാൻ വന്നുകൊണ്ടിരിക്കണം.